ഹായ് ഗേൾസ്, ദിസ് ഇസ് മീൻസ് ഇനി ഞാൻ വേറൊരു സ്ഥലത്ത് പോകാൻ ഇറങ്ങിയതാണ്. പക്ഷെ വന്നത് വേറൊരു സ്ഥലത്താണ്. നമ്മൾ വിചാരിക്കുന്ന എവിടെയല്ല നടക്കുന്നത്. നമ്മൾ വിചാരിക്കുന്നത് വേറെ, ഇത് നടക്കുന്നത് വേറെ. ഞാൻ പണ്ട് എന്തോ ഒരു പോസ്റ്റ് കണ്ട സമയത്തും ഇങ്ങനെ ഒരു ഇതിനെപ്പറ്റി ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ അന്ന് ആഗ്രഹിച്ചതാണ് ഇങ്ങനെ ഒരു സ്ഥലത്ത് വരണമെന്ന്. അപ്പോൾ വഴി തെറ്റിയിട്ടാണെങ്കിലും ദൈവം ഇങ്ങനെ ഒരു സ്ഥലത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അസാദ് കഫ. ഇതിൻ്റെ മേളിലൂടെ നമ്മൾ കയറി വന്നിട്ട് നമ്മൾ താഴോട്ടിറങ്ങണം. ഈ സ്ഥലത്ത് വരണമെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ട് കഫ, ഇവിടെ ഉണ്ട് ഒരുപാട് കുഞ്ഞു കുഞ്ഞു കഫയും ഐസ്ക്രീം സ്റ്റോൾസും ഒക്കെ ഇവിടെ നമുക്ക് ഇരിക്കാം, കുറേ നേരമൊക്കെ ഇരിക്കാം. കുഞ്ഞാലൊക്കെ ആടാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. വന്നു കഴിഞ്ഞാൽ സമയം പോകുന്നേ അറിയത്തില്ല, അത്ര എന്ത് മനോഹരമാണെന്ന് നോക്കി. ഇവിടെ ഇരുന്ന് ഊഞ്ഞാലാടാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളൊരു കാര്യം വിചാരിക്കും, പക്ഷെ ദൈവം നമുക്ക് നാട്ടിൽ തരുന്ന നമ്മൾ പണ്ട് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ആയിരിക്കും അല്ലേ. അതേപോലെ നിമിഷമാണ് ഇപ്പോൾ എൻ്റെ ഇതാണ് കയറുന്ന പടി. നമ്മളെ മേളിൽ നിന്ന് താഴോട്ട് ഇറങ്ങിയാലും നമുക്ക് ഈ കാഴ്ചകളൊക്കെ കാണാൻ പറ്റത്തുള്ളൂ. അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് ഓലയിൽ കടവിലേക്കാണ്. അവിടെ നിന്നാണെങ്കിൽ കുറച്ച് ദൂരം ഉള്ളായിരുന്നു. അപ്പോൾ പിന്നെ ഒരു ദിവസം അങ്ങോട്ടും പോയേക്കാന്നു. അപ്പോൾ അങ്ങനെ പോയി, അങ്ങനെ അവിടെയൊക്കെ പോയി കണ്ടു. അപ്പുറത്തോട്ട് പോകാനാണെങ്കിൽ അവിടെ റോഡ് ക്ലോസ് ആയിരുന്നു. അങ്ങനെ അവിടുന്ന് നേരെ വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്നപ്പോൾ ഒരു ദിവസം നാരങ്ങളും കുടിക്കാമെന്ന്. അപ്പം ഞാനാണെങ്കിൽ ഇഞ്ചിയും മുളകും നാരങ്ങയും കൂടി, നാരങ്ങയുടെ തോട് കളഞ്ഞിട്ട് അതെല്ലാം കൂടി ഇട്ടിട്ട് അങ്ങനെ ഇനി നമ്മൾ ഉപ്പിടാൻ പോവുകയാണ്. ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടതിന് ശേഷം ഇനി നമ്മൾ സോഡ ഒഴിക്കാൻ പോവുകയാണ്. സോഡ എന്താ പറയുക, ഭയങ്കരമായിട്ട് കുലുങ്ങി ഇരിക്കുന്നതുകൊണ്ട് ഗ്യാസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആണെങ്കിൽ ഞാൻ പതുക്കെ ആണെങ്കിൽ തുറന്ന് വെച്ചിട്ട് എന്താ പറയുക, അങ്ങനെ തുറക്കാമെന്ന് വെച്ചു. അങ്ങനെ തുറന്നിട്ട് ഒഴിച്ചിട്ട് നമ്മളിനി അത് സ്പൂണിട്ട് കലക്കാൻ പോവുകയാണ്. അങ്ങനെ കലക്കി അത് പറഞ്ഞറിഞ്ഞ് വന്നു. അങ്ങനെ നമ്മുടെ സോഡ റെഡി ആയിട്ട് നാരങ്ങ വെള്ളം ഉണ്ടാക്കി കുടിക്കുന്നതിൻ്റെ ഒരു സ്വാദ് വേറെ ഒന്നും. നമ്മുടെ നാരങ്ങ വെള്ളം റെഡി, ഇനി നമുക്ക് കുടിക്കാം. ഇന്നത്രേ ഉള്ളൂ. ഇനി അടുത്ത വ്ളോഗിൽ കാണാം. ബൈ.